മലപ്പുറത്തെയും കാസർകോട്ടെയും തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ജയിച്ച സ്ഥാനാർത്ഥികളുടെ പേര് നോക്കൂ എന്ന മട്ടിൽ വർഗീയ പരാമർശം നടത്തിയ സിപിഎം നേതാവും മന്ത്രിയുമായ സജി ചെറിയാൻ ഇപ്പോൾ അടിയും കൊണ്ട് പുളിയും കുടിച്ച അവസ്ഥയിലായിരിക്കുകയാണ്. സിപിഎമ്മിനും എൽഡിഎഫിനും വലിയ ദോഷം ചെയ്യുന്നതാണ് സജി ചെറിയാന്റെ പ്രസ്താവന എന്ന് തിരിച്ചറിഞ്ഞ പാർട്ടിയും മുന്നണിയും പ്രസ്താവന പിൻവലിക്കാൻ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് അതിന് നാണം കെട്ട് നിർബന്ധിതനായിരിക്കുകയാണ് അദ്ദേഹം. അത്രയും നന്നായി. മാധ്യമങ്ങൾ വളച്ചൊടിച്ചതാണെന്ന് ആക്ഷേപിച്ചുകൊണ്ടാണെങ്കിലും ഒടുവിൽ അത് പിൻവലിക്കാൻ തയ്യാറായത് നന്നായി. വല്ല കാര്യമുണ്ടോ ഈ ബാലനും സജിക്കുമെന്ന് പാർട്ടിക്കാർ തന്നെ വ്യാപകമായി പ്രതിഷേധിച്ചതോടെയാണ് എല്ലാം പിൻവലിക്കേണ്ടി വന്നിരിക്കുന്നത്. നാളിതുവരെ ഒരു സിപിഎം നേതാവും മന്ത്രിയും പറയാൻ പാടില്ലാത്ത തരത്തിൽ മതേതരത്വത്തിൽ വെള്ളം ചേർത്തുകൊണ്ട് വായിൽ തോന്നിയത് കോതയ്ക്കു പാട്ട് എന്ന മട്ടിലാണ് സജി ചെറിയാന പ്രസ്താവന നടത്തിയത്. താൻ പറഞ്ഞത് വളച്ചൊടിച്ചെന്നും അത് തന്നെ വല്ലാതെ വേദനിപ്പിച്ചെന്നുമാണ് സജി ചെറിയാന്റെ വിശദീകരണം. തന്റെ മതനിരപേക്ഷ നിലപാടിനെ വ്രണപ്പെടുത്തുന്നതാണ് ഇപ്പോഴത്തെ പ്രചാരണമെന്നും താൻ ജാതി-മത വ്യത്യാസമില്ലാതെയാണ് ജനങ്ങളെ സ്നേഹിക്കുന്നതെന്നും കാണിച്ച് മന്ത്രിക്ക് പ്രസ്താവന പുറത്തിറക്കേണ്ടി വന്നു. സജിയുടെ പ്രസ്താവന പാർട്ടിക്ക് വലിയ തോതിലുള്ള തിരിച്ചടിയുണ്ടാക്കുമെന്ന ബോധ്യം വന്നതിനെ തുടർന്നാണ് പുതിയ നടപടിയെന്ന് വ്യക്തമാണ്. പ്രസ്താവന പിൻവലിക്കണമെന്ന് പാർട്ടി ആവശ്യപ്പെട്ടുവെന്നത് തീർച്ചയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കൂടിയാലോചന നടത്തിയ ശേഷമാണത്രേ സജി ചെറിയാൻ പ്രസ്താവന പിൻവലിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ. എ.കെ. ബാലന്റെ മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ വിവാദമായപ്പോൾ തന്നെ ഇത്തരം നേതാക്കൾക്ക് പാർട്ടി വായിൽ ക്ലിപ്പിട്ടിരുന്നെങ്കിൽ സംഗതി ഇത്ര വഷളാവുകയില്ലായിരുന്നു. എന്നാൽ ബാലനെ ന്യായീകരിക്കാനാണ് പിണറായി അന്ന് തയ്യാറായത്. അങ്ങനെയുള്ള പിൻബലത്തിന്റെ ബലത്തിലാണ് സജി ചെറിയാനെ പോലുള്ള നേതാക്കൾ വീണ്ടും രംഗത്തിറങ്ങിയത്. ചെങ്ങന്നൂരിലെ വീട്ടിലിരുന്നാണ് സജി ചെറിയാൻ ഒരു പത്രക്കുറിപ്പ് പുറത്തിറക്കിയത്. നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ആദ്യം നടത്തിയ വിവാദ പ്രസ്താവനയിൽ ഉറച്ചു നിൽക്കാൻ സജി ചെറിയാൻ വീണ്ടും ഒരു പ്രസ്താവന ഇറക്കിയതാണ് കൂടുതൽ വഷളാക്കിയത്. അതോടെ സജിക്കും എൽഡമുന്നണിക്കുമെതിരെ പ്രതിപക്ഷം ആഞ്ഞടിച്ചു. കണക്കുകൾ നിരത്തിക്കൊണ്ടാണ് സജി ചെറിയാൻ പ്രസ്താവനയിലൂടെ ന്യായീകരിക്കാൻ ശ്രമിച്ചത്. അതെല്ലാം പൊളിച്ചെടുക്കുന്ന കണക്കുകൾ എതിരാളികൾ പുറത്തുവിട്ടതോടെ പാർട്ടിയുടെയും നേതാക്കളുടെയും വായടഞ്ഞു. ഇപ്പോൾ പാർട്ടിയും നേതാക്കളുമെല്ലാം അടിയും കൊണ്ട് പുളിയും കുടിച്ച അവസ്ഥയിലായി. ഇനി കൂടുതൽ അടികൾ ഏറ്റുവാങ്ങി പുളി കുടിച്ചു മരിക്കാതിരുന്നാൽ നന്ന്.